ഹലോ, അപ്പോൾ അതേ നമ്മുടെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മസ്ക ബൺ ഒന്ന് ട്രൈ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ പറയാം, ബട്ടറിൽ പണി പാളി ബേസ് വേറെ ഒന്നുമില്ല. അൺസോൾട്ടഡ് ബട്ടറായിരുന്നു വേണ്ടത്. ഇവിടെ വാങ്ങിച്ച് വെച്ചത് സോൾട്ടഡ് ബട്ടറായിപ്പോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം നമുക്ക് വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്ത് ചേർത്തിട്ടും കാര്യമില്ല ഗൈസ്, അൺസോൾട്ടഡ് ആണ് എപ്പോഴും നല്ലത്. സോൾട്ടഡ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് പാല് കൂടി ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്താണ് ഗൈസ്, പക്ഷേ ബട്ടറിൽ പണി പാളി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുക കേട്ടോ, അൺസോൾട്ടഡ് എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ആയി പോകും. ഇനിയിപ്പോൾ കുറച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ബണ്ണിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ബാക്കി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സോൾട്ടഡ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് വെച്ചാൽ കുറച്ച് മാത്രം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതേപോലെ പണി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അൺസോൾട്ടഡ് തന്നെ ചോദിച്ചു വാങ്ങിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കഴിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. പക്ഷേ ടേസ്റ്റ് അത്ര വലിയ നന്നായിരുന്നില്ല. അറിയാമല്ലോ ബട്ടറിൻ്റെ ആ എത്രത്തോളം നമുക്ക് അതിൻ്റെ സോൾട്ട് ഉണ്ടാവുമെന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചേർത്താലും അതിൻ്റേതായിട്ടുള്ള ഉപ്പ് തന്നെ മുമ്പിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ ഞാൻ തേച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഇടയിലൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണ് റെഡിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ അൺസോൾട്ടഡ് കേട്ടോ, അതുപോലെ ചോദിച്ച് വാങ്ങിച്ച് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ഇനിയും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഓക്കെ, ബൈ.